ഈ FMG എന്ന് പറയുന്ന എക്സാം ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് 2002 കാലഘട്ടം. അപ്പോൾ അതുവരെ നമുക്ക് പുറത്ത് പോയി പഠിച്ചിപ്പോൾ ജർമ്മനിയിലൊക്കെ ധാരാളം കുട്ടികൾ പോകുന്നുണ്ടായിരുന്ന ആ സമയത്ത് അവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ച ഒത്തിരി സീനിയർ ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്, ഇന്ത്യയിൽ, കേരളത്തിലുണ്ട്. അതുകൂടാതെ റഷ്യയിലൊക്കെ പോയിട്ട് വരുന്ന ധാരാളം ഡോക്ടേഴ്സ് ഇനി FMG എന്ന് പറയുന്ന എക്സാം എഴുതാതെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടിരുന്നു. അപ്പോൾ 2002 ഈ ഒരു എക്സാം വേണമെന്ന് നിർബന്ധമായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അന്ന് NMC അല്ല, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അങ്ങനെയാണ് ഈ നിയമം 2002 കൊണ്ടുവരുന്നത്. ഈ കാലഘട്ടത്തിൽ 2002 മുതൽ ഈ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഈ എക്സാംസിന് അതിൻ്റെ പാറ്റേണിൽ മാറ്റം വന്നു. പക്ഷേ അന്ന് മുതൽ ഇതിൻ്റെ ക്വാളിഫയിങ് മാർക്ക് അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് എത്ര ക്ലിയർ ആകണം എന്നുള്ളതിൽ ഒരു 50% മാർക്ക് നിർബന്ധമായിട്ടും വേണം പാസിംഗ് മാർക്കായിട്ട്. നമ്മളിപ്പം ഏത് രാജ്യത്തിപ്പോൾ നോക്കുവാണെങ്കിലും ഇന്ത്യയുടെ അത്രയും ക്ലിനിക്കൽസ് ഉണ്ടാവില്ല. ഒന്നാമത് ലാംഗ്വേജ് ബാരിയർ ഒരു വലിയൊരു മസ്റ്റായിട്ടുള്ള സംഭവമാണ്. കാരണം ഒരു ഡോക്ടർ പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ലാംഗ്വേജ് ഒരു മെയിനായിട്ട് സാധനം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോവാം, പേഷ്യൻ്റ് ഒരു ഹിന്ദിക്കാരനാണ്, നിങ്ങൾ മലയാളം സംസാരിക്കണം, എനിക്ക് നെഞ്ചുവേദനയാണ് എന്ന് പറയുമ്പോൾ ആ ഡോക്ടറിനത് മനസ്സിലാക്കണമെങ്കിൽ ലാംഗ്വേജ് ഒരു മസ്റ്റായിട്ടൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ആ ലാംഗ്വേജ് പഠിച്ച് നല്ലൊരു ക്ലിനിക്കൽ നോളജ് ഗെയിൻ ചെയ്യുവാണെങ്കിൽ ദാറ്റ് സ്റ്റുഡൻറ്റ് വിൽ ബി അങ്ങനെ ഒരു കാൻഡിഡേറ്റിന് ഈ FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിൻ്റെ ക്ലിനിക്കൽ പാർട്ട് ഈസി ആയിരിക്കും. പക്ഷേ അവിടെ ഈ ലാംഗ്വേജ് ബാരിയർ ഉള്ളിടത്തോളം കാലം ഒരു 50% കുട്ടികൾക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ കുറച്ച് മോശമാണ്. അപ്പോൾ ഇവരെത്രമാത്രം കുട്ടികൾ ഇത് പഠിക്കാത്തവരെന്ത് ചെയ്യും? ഇത് പഠിക്കാത്തവർ ക്ലിനിക്കൽ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് നമുക്കിപ്പം വെക്കേഷൻ ടൈമിൽ ഒബ്സർവേഷൻഷിപ്പ് പോലൊക്കെ ചില ഹോസ്പിറ്റലിൽ ഫിസിഷ്യൻസിൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്, സർജൻസിൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. കുറേയൊക്കെ അത് ഹെൽപ്പ് ചെയ്യും, പക്ഷെ ഒരു പൂർണ്ണത ഉണ്ടാവില്ല. ബിക്കോസ് നമുക്കൊരു കംപ്ലീറ്റ് ഒരു ഡോക്ടറിന് ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ്ങിൽ തന്നെ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പം ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം മെഡിക്കൽ സ്റ്റഡീസിനൊപ്പം ഇൻറ്റേൺഷിപ്പിന് മുമ്പായിട്ട് തന്നെ പേഷ്യൻസിനെ കാണണം, കേസ് എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ ഇതുണ്ട്. ഇപ്പം ഞാനിപ്പം ഒരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റാണ്. ഫിലിപ്പീൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫിലിപ്പീൻസിലാണ് പഠിച്ചത്. അപ്പം ഞാനന്ന് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സെക്കൻഡ് ഇയർ മുതൽ ഹോസ്പിറ്റലിൽ പോകും. സെക്കൻഡ് ഇയറിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ പോയി കാണണം. അന്ന് നമുക്ക് ഫിലിപ്പീൻസിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സെക്കൻഡ് ഇയർ തൊട്ട് മെഡിസിനും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഇയർ അനാറ്റമി, പിന്നെ ഫസ്റ്റ് ഇയർ തന്നെ സെക്കൻഡ് ഇയറിലാണ് നമുക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ ചെയ്യിക്കുന്നത്, അപ്പം പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഹിസ്റ്ററി ടേക്കിങ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആ സമയം തൊട്ട് തന്നെ നമ്മൾ പേഷ്യൻസിനെ എടുപ്പിച്ച് പേഷ്യൻസിൻ്റെ കേസ് സ്റ്റഡി ചെയ്യിപ്പിച്ച് നമ്മളൊരു ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ലിനിക്കൽ നോളജ് ഉണ്ടാവും. പിന്നെ ഫിലിപ്പീൻസിൻ്റെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ US-ൻ്റെ സെയിം സിലബസ് ആണ്. 4 വർഷവും പിന്നെ 5ാമത്തെ വർഷം ഹൗസ് സർജൻസി. അപ്പോൾ അത് ഇന്നിപ്പം വാലിഡ് അല്ല. 54 മാസം NMC-യുടെ ഗൈഡ് ലൈൻസ് പ്രകാരം 54 മാസവും 12 months ഓഫ് CRMA വേണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫിലിപ്പീൻസിൻ്റെ എന്ന് പറയുമ്പോൾ 48 months ഉള്ളൂ, അല്ലെങ്കിൽ 4 വർഷമേ ഉള്ളൂ സ്റ്റഡി പീരീഡ്, പ്ലസ് 1 year ഹൗസ് സർജൻസി 5 വർഷം. അപ്പോൾ അതൊരു ഇപ്പം കറൻ്റ്ലി വാലിഡ് അല്ല. എങ്കിൽ പോലും ക്ലിനിക്കൽസ് നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഫിലിപ്പീൻസ്. പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്നത്. അതെ. സെക്കൻഡ് ഇയർ തൊട്ട് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 3-4 പേർക്ക് അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി പേഷ്യൻസിനെ തരും. നമ്മളത് കേസ് സ്റ്റഡി നടത്തി, ഹിസ്റ്ററി എടുത്ത്, ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത്, അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, പ്രൊഫഷണൽ, അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഒരു വേ ഉണ്ട്. ആ രീതിയിൽ നമ്മളത് കേസ് സ്റ്റഡി പ്രസൻറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ എല്ലാവർക്കും നമ്മൾ പ്രൊഫസേഴ്സ് ആക്ച്വലി വിളിക്കും. ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഓരോ ഗ്രൂപ്പിനും ഒരു പ്രൊഫസറിനെ അസൈൻ ചെയ്തിട്ടുണ്ടാവും, മെഡിസിൻ്റെ അല്ലെങ്കിൽ സർജറിയുടെ ആണെങ്കിൽ സർജറിയുടെ. അപ്പോൾ അവർ ആ ഗ്രൂപ്പിന് ഒരു 10 പേർക്ക് ഒരു പ്രൊഫസർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 10 പേരും ആ പ്രൊഫസറിൻ്റെ ഇടയ്ക്ക് അത് റിപ്പോർട്ട് ചെയ്യണം, ഇൻക്ലൂഡിങ് ലാബ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം. അപ്പോൾ അത് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്കവിടെ ക്ലിനിക്കൽ മാർക്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഷോർട്ടേജ് വരും. അപ്പോൾ അങ്ങനെ അത് പാസിംഗ് പെർസെൻറ്റേജിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ റിയലായിട്ട് നമ്മളത് എഫേർട്ട് ഇട്ട് നമ്മളിത് ചെയ്യും. നല്ല രീതിയിലൊരു ക്ലിനിക്കൽ എക്സ്പോഷറാണ് അവിടെ കിട്ടുന്നത്. പിന്നെ 4th ഇയർ എന്ന് പറയുന്നത് ആക്ച്വലി ക്ലിനിക്കൽ റൊട്ടേഷനാണ് അവിടെ. നമ്മുടെ നാട്ടിൽ 4th ഇയർ എന്ന് പറഞ്ഞാൽ സ്റ്റഡിയാണ്. ഇത് 4th ഇയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്ലിനിക്കലാണ്, ക്ലർഷിപ്പാണ്. അതായത് നമ്മൾ 2 മാസം മെഡിസിൻ, 2 മാസം സർജറി, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ 2 മാസം വെച്ചുണ്ടാവും. മൈനർ ഡിപ്പാർട്ട്മെൻറ്റ്സിലെല്ലാം ഒരു 2 weeks അല്ലെങ്കിൽ 3 weeks വെച്ച് നമുക്ക് റൊട്ടേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് 4th ഇയർ എന്ന് പറയുന്നത്. പിന്നെയാണ് 5th ഇയർ നമുക്ക് ഇൻറ്റേൺഷിപ്പ് വരുന്നത്. ടോട്ടൽ 2 വർഷമാണ് നമ്മൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി എടുക്കുന്നത്. നല്ല രീതിയിൽ ഒരു ക്ലിനിക്കൽ എക്സ്പോഷറാണ് അവിടെ കിട്ടുന്നത്.
ലാംഗ്വേജോടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി തേർഡ് അല്ല ഇന്ത്യയിലെ തന്നെ. ഫിലിപ്പീൻസിനെ സംബന്ധിച്ചിടത്തോളം ഫിലിപ്പീൻസ് ഒരു സെക്കൻഡ് ലാർജസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് ഔട്ട്സൈഡ് ഓഫ് 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി. അതായത് നമ്മുടെ ഇപ്പം US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്ന് പറയുന്നത് പ്യുവർലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. സെക്കൻഡറി ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ പോലും അവരുടെ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ആ കൺട്രി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള സെക്കൻഡ് ലാർജസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ ഒന്നാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ് ഫിലിപ്പീൻസ്. അപ്പോൾ നമുക്ക് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ വരുന്നില്ല ബേസിക്കലി. കാരണം ഫിലിപ്പീൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ ഒരു 95-96% നല്ലൊരു ശതമാനം ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കും. എഴുതാൻ പലർക്കും അറിയുന്നുണ്ടാവില്ല, ബട്ട് ദേ ആർ വെരി ഗുഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അവർക്ക് മറ്റ് 2-3 കാര്യങ്ങൾ മീൻസ് ഇത് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കൻ കോളനി ആയിരുന്നു. അതുകൂടാതെ ഫിലിപ്പീൻസിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ ടൂറിസമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവൈവൽ ടൂറിസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർക്കറിയും.